ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അങ്ങനെ ചെയ്തു പോയി. മതി. കൂടപ്പുറപ്പിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടപ്പുറപ്പിന് യോഗ്യത കൂടിപ്പോയി എന്ന് പറഞ്ഞ് വൈരാഗ്യം തോന്നിയ ഒരേ ഒരുത്തി നീയാ. ഇങ്ങോട്ട് നടക്ക. നീ എന്താടി കാണിച്ചു കൂട്ടിയേ? സത്യം ഇതായിരുന്നിട്ട് കൂടി മറ്റെല്ലാവരും കൈ ഒഴിഞ്ഞിട്ടും ഇവളല്ലേടി നിനക്ക് വേണ്ടി കോടതിയിൽ വന്നത്? ഇവളുടെ ഒരേ ഒരു മൊഴിയിലല്ലേ നീ രക്ഷപ്പെട്ടത്? ഈ പാപം നീ എവിടെ കൊണ്ടുപോയി കഴുകി കളയും? എടി, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണെന്ന് അവള് പറഞ്ഞല്ലോ. അമ്മേ, പെരുവഴിയിൽ കിടക്കുന്ന കല്ലിന് പോലും കാലങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാവും. പക്ഷെ അമ്മയിൽ ഒരു മാറ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാ അമ്മ ഇത് സാധിക്കുന്നത്? അമ്മയ്ക്ക് ഇവിടെ ഇനിയും ന്യായീകരിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊരു വൃത്തികെട്ട മനസ്സാ അമ്മയുടേത്. അമ്മയുടെ പ്രശ്നം ഞാൻ എന്റെ രാധികമോളെ സ്നേഹിക്കുന്നുണ്ടല്ല. പ്രിയങ്കയേക്കാൾ സ്നേഹം എനിക്ക് ഇവളോടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടല്ലേ? എന്നാ കേട്ടോ, ഇവളാ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മകള്. ഇവളെ ഓർത്താ ഞാൻ അഭിമാനിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയ ഇവള് തന്നെയാ. വേറാരോ പ്രസവിച്ചതാ ഇവളെ, ഏതോ ഭാഗ്യവതിയായ അമ്മ. പക്ഷെ വളർത്താൻ എനിക്കായിരുന്നു യോഗം. ദേവേട്ടൻ പറഞ്ഞത് തന്നെ അമ്മ എനിക്കും പറയാനുള്ളത്. എന്റെ വയറ്റിൽ കുരുത്ത ഇവളേക്കാൾ 1000 ഇരട്ടി ഞാൻ സ്നേഹിക്കുന്നത് രാധിക മോളെ തന്നെയാ. അമ്മ അവളൊരു തെറ്റ് ചെയ്തെങ്കിൽ അത് എന്നോടല്ലേ? കുഞ്ഞുനാളില് അവൾ എത്രയോ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. അവളെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അച്ഛനും അമ്മയും വരുമ്പോ അവള് പറയില്ലേ ചേച്ചിയെ ചെയ്തെന്ന്? പഠിക്കാനുള്ള പുസ്തകം കയറി വെച്ചിട്ട് എനിക്കെതിരെ വിരൽ ചൂണ്ടില്ലേ? അതുപോലെ ഒരു തവണ കൂടി അവൾക്ക് മാപ്പ് കൊടുത്തൂടെ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി അവളുടെ മനസ്സ് മാറില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് തെറ്റാ. അവളുടെ മനസ്സ് മാറും. അച്ഛ, അവളിതൊക്കെ ഓർത്ത് വേദനിക്കും.